ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് സാറ്റർഡേ ആണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആ ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് സ്കൂളിലാത്തതുകൊണ്ട് തന്നെ നല്ലോണം എല്ലാവരും ഉറങ്ങി. ഇപ്പം കുറേ ലേറ്റായി. നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ നമ്മളെ ഇന്നത്തെ ഒരു സാറ്റർഡേ ഒരു ഡേ ഒരു വീഡിയോ ആണ്. രാവിലത്തേന് മുമ്പ് പൂരിയാണ്. പൂരിയും ഇന്നലത്തെ ബീഫ് കറിയും ആണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇത് ഞാനും ഉമ്മയും കൂടെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കായിരുന്നു. സാധാരണ എപ്പോഴും ഉമ്മയാണ് കേട്ടോ പാത്രം കഴുകാറ്. പക്ഷെ ഇന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാനാണ് പാത്രം കഴുകി ഉമ്മനെ സഹായിച്ചത്. അതിന് സാറ്റർഡേ നമുക്ക് സ്കൂളിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ക്ഷീണം ഇന്ന് തീർത്തു കിട്ടും. നല്ല രീതിക്ക് തന്നെ ഉറങ്ങി ഇന്ന്. പിന്നെ ഇതാ ഇന്ന് ഉച്ചക്കേക്കുള്ള മീൻ ഉമ്മ ഇന്നലെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇരുമീനായിരുന്നു. പിന്നെ ഇതാ മിന്നൂസ് ആണെങ്കിൽ ഫുള്ള് ഡാൻസ് മൂഡിലായിരുന്നു. രാവിലെ തന്നെ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. എണീച്ചപ്പോൾ തന്നെ ഫുൾ ഒരുക്കത്തെ ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഇതാ രാവിലെ തന്നെ നമ്മൾ എല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ ഞാനെന്താ എഗൈൻ പാത്രം കഴുകാൻ വന്നിട്ടോ. മിന്നൂസ് ആണെങ്കിൽ പാത്രം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സാധാരണ എപ്പോഴും ഉമ്മയാണ് കേട്ടോ പാത്രം കഴുകാറ്. പക്ഷെ ഇന്ന് നിന്ന് നോക്കുമ്പോൾ എല്ലാവരും എന്നെ ചതിച്ച് കഴിച്ച എല്ലാവരും പാത്രം എനിക്ക് കൊണ്ടുവന്ന്. അങ്ങനെ ഇതാ ഉമ്മ ഉച്ചക്കേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത്ര വേഗം എന്തിനാ പണിയെടുക്കുന്ന വെച്ചാൽ നമുക്ക് ഇന്ന് പുറത്തിറങ്ങി കുറച്ചധികം പണിയുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അത് ക്ലീൻ ചെയ്യണം. അതിനാണ് ഇത്ര പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കുന്നത്. ഇരുമീനും കൂടെ ഉമ്മ ഇവിടെ നല്ല രീതിക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പണിയെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് ഇതാ കളിക്കുന്ന കളിയാണിത്. എല്ലാവരും എന്തൊരു പണിയിലാന്നല്ലേ. മുറ്റം വൃത്തിയാക്കല് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതാന്ന് ഇവരെ മുറ്റം വൃത്തിയാക്കല്. വാ ഫോൺ അവിടെ വെച്ചിട്ട് വാ. ഫോൺ അവിടെ വെച്ചിട്ട് വാ. വൃത്തിയാക്കുന്ന ആളെ കാണിക്കണ്ടേ ഇനി എന്ന് പറയുന്നത് ഇതാ എൻ്റെ മാപ്പിളക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പാവം ലേറ്റായിട്ട് എഴുന്നേറ്റില്ലെങ്കിലും ഇതാ ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്യുന്ന ഒരേ ഒരാൾ മാത്രമേ വീട്ടിലുള്ളൂ. അല്ലേ ഷെബി? ഇത് റൂട്ട്, ഏത് റൂട്ട്? ഇത് റൂട്ട്, ഇത് സ്റ്റെം, ഈ വടി പോലത്തെ സ്റ്റെം, ലീഫ്, ഫ്ലവർ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. പിന്നെ ക്യാരറ്റ് ആണെങ്കിൽ ഇതിന്റെ അടിയിൽ നിന്നായിരിക്കും വരും. ക്യാരറ്റിന്റെ ചെടി ക്യാരറ്റിന്റെ ചെടി ക്യാരറ്റിന്റെ ഈ റൂട്ടിന്റെ അടിയിൽ നിന്ന് വരികയാണ്. ക്യാരറ്റിന്റെ ചെടിയാണെങ്കിൽ അങ്ങനെയല്ല. ക്യാരറ്റിന്റെ ചെടിയാണെങ്കിൽ ഈ സാധനത്തിന്റെ അടിയിൽ നിന്ന് ക്യാരറ്റ് ഇങ്ങനെ ഓളങ്ങനെ പറഞ്ഞേ. ഒക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലേ കാര്യങ്ങള്. നമുക്ക് മാം പഠിപ്പിച്ചു. മാമ പഠിപ്പിച്ചത് എന്താ? ഇത് സ്ഥിരം പരിപാടി. ചെടി പറിച്ചിട്ട് റൂട്ട് സ്റ്റെമും പഠിപ്പിക്കല്. എനിക്ക് ഈ പുല്ല് പറിക്കൽ എന്ന് പറഞ്ഞ പണി തീരെ പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തത് മുറ്റടിക്കലാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ സാധാരണ പെട്ടെന്ന് പണി തീരുമല്ലോ. ഇതുപോലെ പറിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് ഇന്ന് ഇത്രയും പാർട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. പിന്നെ ഞാൻ ആ മുറ്റമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ ഇത് ഓരോരോളായിട്ട് സൈഡായി തുടങ്ങി. ഫസ്റ്റ് ഞാനാണ് കേട്ടോ സൈഡായിട്ട്, പിന്നെ മിന്നു അങ്ങനെ. അതുകൊണ്ട് നമ്മൾ നിർത്തി. പിന്നെ നല്ല രീതിക്ക് തന്നെ വെയിലും ഉണ്ടായിരുന്നു. ഉമ്മ പുറത്തിറങ്ങുന്നതിന് മുന്നേ നാരങ്ങ വെള്ളമൊക്കെ കലക്കി ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്ത് പണിയെടുത്തിനാൽ എന്തെങ്കിലുമൊക്കെ തണുത്തത് കുടിക്കാൻ വേണ്ടി ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. മറ്റേ ഗ്ലൗസ് അലക്കും ഉമ്മ കൊടുക്കും. കപ്പോടാന്ന് ഗ്ലാസ് കൊടുത്തേ. എനിക്ക് മതി, ഞാൻ കുറച്ച് കുടിച്ചു. മിന്നൂസ് കുറെ നാളായിട്ട് പറയുന്ന അവൾക്ക് ചെറുപയർ നടന്നെന്ന്. അങ്ങനത്തെ ഉമ്മയും മിന്നൂസും കൂടെ രാത്രി ചെറുപയറൊക്കെ പൊതിർത്തി വെച്ചിട്ട് അത് നട്ടു. അതാ മിന്നൂസ് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കിട്ടോ. ഉമ്മാന്റെ അടുക്കള പണിതാ തകൃതായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് പരിപ്പ് കറിയാണ്. പിന്നെ നമ്മളെ മീനൊരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ പൊരിച്ചത്. ഇങ്ങനെ പൊരിച്ചിൻ്റെ കൂടെ ദോശയാണ് വേണ്ടത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതാ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയ ശേഷം നമ്മളൊന്ന് ടൗണിൽ പോയിട്ടോ. മെയിൻലി പോയത് ഉമ്മാന്റെ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അതിനാണ് പോയത്. അങ്ങനെ ഇതാ ഗായ്സ്, നമ്മള് തിരുവത്തൊക്കെ പോയി വന്ന് വീട്ടിലെത്തി. ഹലോ, ഭയങ്കര ക്ഷീണം തോന്നുന്നു. ചോറ് കഴിക്കണ്ട കേട്ടോ പോയത്. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. അങ്ങനെ വെളിങ്ങനെ കാണിക്കാനില്ല കേട്ടോ. അതിന് മിന്നൂസിന് സ്ലൈഡ് വാങ്ങിച്ചു. പിന്നെ ഒരു കവാലി സ്റ്റിക്കറും. പിന്നെ എനിക്ക് ഈ ഒരു ഫ്ലവർ ക്ലിപ്പ് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടോ. അങ്ങനെ ഫൈനലി കിട്ടി. പിന്നെ ഇത് നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യലൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടാണ്. എന്നാലും ഒന്നുകൂടി പറയാം. പരിപ്പ് കറി, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഇരുമീൻ പൊരിച്ചത്, പിന്നെ ഇരുമീൻ്റെ തല സൂപ്പ് തന്നെ പറയാം കേട്ടോ. സൂപ്പ് പോലെ ഒരു സാധനം, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്. പിന്നെ ഉമ്മാട് കറക്റ്റായിട്ട് ചോദിച്ചപ്പോഴാണ് ഉമ്മ പറഞ്ഞത് അത് സൂപ്പല്ല, സൂപ്പൊന്നും പറയും, പക്ഷെ ശരിക്കും അതിൻ്റെ തല ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാന്റെ സ്വന്തം വെളുത്തുള്ളി അച്ചാറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെല്ലാവരും കൂടി ഇന്ന് ചോറൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ വേണ്ടി പോകുന്ന രീതിയിലൊരു കാലാവസ്ഥ ആയിട്ടോ. അപ്പം നമ്മൾ കരുതി പുറത്തിരുന്ന് ചായ കുടിക്കാമെന്ന്.
നമ്മളെ മിന്നൂസ് ആണെങ്കിൽ അവളെ ബുക്ക് ചെയ്ത കുറെ പേപ്പേഴ്സ് ഒക്കെ കീറി വെക്കുന്നുണ്ട്. എന്തിനാന്ന് പഠിച്ചോന്നാരാ. അങ്ങനെ നമ്മളിത് കുറച്ച് സ്നാക്സും പിന്നെ അതുപോലെ തന്നെ എനിക്ക് കോഫി ഉമ്മയും പാപ്പയും ടീ ഒക്കെ കുടിച്ചിരുന്നു. ഇതിന് ശേഷം ഇതാ ഞാൻ പഴയ ജീൻസിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടോട്ട് ബാഗ് ആണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടി. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാനൊന്നും അറിയണം. എനിക്ക് ഉമ്മയാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത്. ഇതാണ് ടോട്ട് ബാഗിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതിന് അവിടെ ഇവിടെയൊക്കെ ചെറിയതായിട്ടൊരു തെറ്റുകളുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ബാഗ്. അപ്പൊ എന്തൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയണേ ഗൈസ്. ബൈ.